ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും കുരുമുളകും ചേർത്ത് കൊണ്ടൊരു ഫ്രൈ ആണ്. അതിനായിട്ട് ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. തോൽ മാറ്റിയതിന് ശേഷം ഉരുളക്കിഴങ്ങയ്ക്ക് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ സ്പൂൺ കുരുമുളകാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത മസാലയെല്ലാം നമുക്ക് ഉരുളക്കിഴങ്ങിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഉരുളക്കിഴങ്ങിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പുരട്ടിയ ഉരുളക്കിഴങ്ങൊക്കെ ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബാക്കി അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേറെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വശം വെന്ത ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ വശവും ഒരുപോലെ വേവിച്ചെടുക്കണം. ഉരുളക്കിഴങ്ങിലെ വെള്ളമെല്ലാം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണം. ഇറച്ചിയൊക്കെ കിട്ടാത്ത സമയത്ത് നമുക്ക് ഇതുപോലെ ഉരുളക്കിഴങ്ങ് വെച്ച് നല്ല അടിപൊളി ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. മറ്റൊരു പാനിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായാലുടൻ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു പകുതി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം വീണ്ടും ഇളക്കി അടുത്ത വശം നമുക്ക് അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ വശവും ഒരുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം ഫ്രൈ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയുമാണ്. അതുകൂടി ഇതിനോടൊപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള നമുക്ക് വേവേണ്ടതില്ല. ചവയ്ക്കുമ്പോൾ പച്ചയ്ക്ക് ചവയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റായിട്ട് വരുന്നത്. ഇത് ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കേണ്ട ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സും എന്നെ അറിയിക്കുക.